Hello dears, welcome to ACS online class. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ് ടേബിൾസ് ആൻഡ് ഷെയർസ് അല്ലെ, ചാപ്റ്റർ 11 ആണ്. നമ്മൾ ഡിവിഷൻ ആണ് അവസാനം പഠിച്ചു നിർത്തിയത്. ഡിവിഷൻ എല്ലാവരും പഠിച്ചോ? നമുക്ക് ടെക്സ്റ്റ് ബാക്കി പഠിച്ചു പോയാൽ ഡിവിഷൻ കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും ടെക്സ്റ്റിലെ പ്രോബ്ലംസ് ചെയ്യാൻ പാടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? we have to do some more questions regarding division അല്ലെ. ഡിവിഷനെ ബേസ് ചെയ്തുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്കുള്ള എന്താണ് സൊല്യൂഷൻ എന്താണ്? നമ്മുടെ പ്രാക്ടീസ് ബുക്കാണ്. പ്രാക്ടീസ് ബുക്കിൽ ഡിവിഷന്റെ ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, നമുക്ക് ആ ഡിവിഷൻ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം ബാക്കി ടെക്സ്റ്റിലോട്ട് കിടക്കാം. ഓക്കെ, ടെക്സ്റ്റിലെ സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലംസിലോട്ടൊക്കെ കിടക്കാം. ഡിവിഷന്റെ സ്റ്റെപ്സ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോഴേ പ്രാക്ടീസ് ബുക്ക് പഠിപ്പിക്കുന്നത്. ആ ചാപ്റ്ററിന്റെ ബേസ് ചെയ്തുള്ള പ്രാക്ടീസ് ബുക്കിൽ പ്രോബ്ലംസ് ചെയ്യിപ്പിക്കുന്നത്. സോ ഓൾ ഓഫ് യു ടേക്ക് യുവർ പ്രാക്ടീസ് ബുക്ക്, പേജ് നമ്പർ 74. ഓക്കെ, 74 മുതൽ കുറേ ക്വസ്റ്റ്യൻസ് ഡിവിഷന്റെ കിടക്കാണ്. നമുക്ക് അതെല്ലാം ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം ബാക്കി നമുക്ക് വി വിൽ കണ്ടിന്യൂ വിത്ത് അവർ ടെക്സ്റ്റ്. ഓക്കെ, പേജ് നമ്പർ 74. ഡിവൈഡ്. കണ്ടില്ലേ, ഡിവൈഡ് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, 45 divided by 5. നമ്മൾ ടെക്സ്റ്റുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ബുക്കിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിച്ച പോലെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഫസ്റ്റ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ 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 കോംപ്ലക്സിലോട്ട് പോകാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 45 divided by 5 ആണ്. എങ്ങനെ ചെയ്യും അത് നമുക്കറിയാം. ഇവിടുത്തെ ഡിവിഡന്റ് ഏതാണ്? 45 ആണ്. ഡിവൈസർ ഏതാണ്? 5 ആണ്. ഇനി കോഷ്യന്റും റിമൈൻഡറും കണ്ടുപിടിക്കണം അല്ലേ. ഓക്കെ, നമുക്ക് ഡിവൈഡ് ചെയ്യാം. 45 divided by 5. ഓക്കെ, 45 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം 5 ഡിജിറ്റ്സ് ആയിട്ട്. നമ്മുടെ ഡിവൈസർ ഒരു 1 ഡിജിറ്റ് നമ്പർ ആണ്. സോ അകത്തുള്ള നമ്മുടെ ഡിവിഡന്റിന്റെ ആദ്യത്തെ ഒരൊറ്റ നമ്പർ മാത്രം പരിഗണിക്കാം, 4 മാത്രം പരിഗണിക്കാം. Can 4 is divided with using 5? 5 കൊണ്ട് നമുക്ക് 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 5 വലിയ നമ്പറാണ്. 5ന്റെ ടേബിൾസ് നമ്മൾ പറഞ്ഞു നോക്കിയാൽ 5 1 is 5 അല്ലേ. ആൻസർ എന്താണ്? 5 ആണ്. ആ 5ന്റെ ടേബിൾസ് പറഞ്ഞു നോക്കിയാൽ തന്നെ 4നെക്കാളും വലിയ നമ്പേഴ്സേ കിട്ടുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് അറിയണം ഫസ്റ്റ് കാണുന്ന ആ നമ്പർ നമ്മുടെ ഡിവൈസറിനെക്കാളും ചെറുതാണെങ്കിൽ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മളിനി എന്ത് ചെയ്യണം? ഇവിടെ ആകപ്പാടുള്ള സൊല്യൂഷൻ എന്താണ്? നമ്മൾ നെക്സ്റ്റ് നമ്പർ കൂടി പരിഗണിക്കണം അല്ലെ. അടുത്ത നമ്പർ ഏതാണോ അതുകൂടെ പരിഗണിക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം? ചേർത്ത് വായിക്കാം. 45 എന്ന് തന്നെ നമ്മൾ റീഡ് ചെയ്തു അല്ലെ. 45 എന്ന് തന്നെ റീഡ് ചെയ്തു. ഇനി can 45 is divisible using 5? അല്ലെ, 5 എന്ന ആ നമ്പർ ഉപയോഗിച്ച് 45 ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കും. അതെന്താണ്? 45 5നേക്കാളും വലിയ നമ്പേഴ്സ് ആണ് അല്ലെ. വലിയ നമ്പർ ആണ്. 5ന്റെ ടേബിൾസ് പറഞ്ഞു നോക്കുമ്പോൾ എവിടെയെങ്കിലും 45 വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ 45നേക്കാളും ചെറിയ നമ്പർ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, 45ന്റെ ടേബിൾസ് എന്ന് പറഞ്ഞേ 1 1 is 5 5 5 1 is 5 5 is 10 5 is 15 5 4 is 20 5 5 is 25 5 6 is 30 5 7 is 35 5 8 is 40 5 9 is എത്രയാണ്? 45 അല്ലേ. 5 is 40 ആണ്. 5 9 is 45 ആണ്. എക്സാക്ട് 45 നമുക്ക് കിട്ടുന്നത് അല്ലേ. 5ന്റെ ടേബിൾസ് എക്സാക്ട് 45 കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ സ്വീകരിക്കാം അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 9 എന്ന നമ്പർ കോഷ്യന്റെ സ്ഥാനത്ത് എഴുതുക. പഠിച്ചിട്ടുണ്ട് അല്ലെ. കോഷ്യന്റെ സ്ഥാനത്ത് എഴുതുക. നമ്മുടെ ഡിവൈസർ ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട് അല്ലെ. ഡിവൈസർ ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. 5ന്റെ കിടപ്പുണ്ട്. 9 into 5 ആൻസർ എന്താണ്? 45 ആണ് അല്ലേ. അപ്പൊ ആ 45 നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓരോ നമ്പേഴ്സ് തമ്മിൽ എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യുക അല്ലെ. 5 minus 5 എന്താണ്? 0 ആണ്. 4 minus 4 എന്താണ്? 0 ആണ്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? ക്വസ്റ്റ്യൻ എന്ത് കിട്ടി? 9 അല്ലെ. ക്വസ്റ്റ്യൻ എന്താണ്? 9. റിമൈൻഡർ എന്താണ്? 0. ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും മിസ്സിന് ഹോംവർക്ക് അയച്ചു തരുമ്പോൾ സ്പെല്ലിംഗ് എല്ലാവരും ചെയ്യുന്നത് കാരണമാണ്. മാഷ
ഇൻഷാല്ല എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ സ്പെല്ലിംഗ് തെറ്റുണ്ട്. ഡിവിഡന്റ് സ്പെല്ലിംഗ് എന്താ? DIVIDEND ആണ് ഡിവിഡന്റ്. T അല്ല D ആണ്. അപ്പോൾ ഡിവിഡന്റ് എന്തായിരുന്നു? 45 ആണ്. ഇനി നമ്മുടെ ഡിവൈസ് എന്താണ്? DIVISOR. ഡിവൈസിന്റെ സ്പെല്ലിംഗ് എല്ലാവരും കറക്റ്റാണ്. ഡിവൈസ് എന്താണ്? ഇവിടെ 5 ആണ്. ഇനി കോഷ്യന്റ് റിമൈൻഡർ എഴുതാം. കോഷ്യന്റ് എന്താണ്? ഓരോ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് ഓർക്കണം എന്താണ് കോഷ്യന്റ്. ഇവിടെ എന്താണ് കോഷ്യന്റ്? 9. ഇവിടെ റിമൈൻഡർ എന്താണ്? റിമൈൻഡറിന്റെ സ്പെല്ലിംഗ് എല്ലാവരും തെറ്റിക്കുന്നത്. റിമൈൻഡർ എന്താണ്? 0 ആണ് അല്ലേ? കോഷ്യന്റ് സ്പെല്ലിംഗ് QUOTIENT ആണ് കോഷ്യന്റ്. റിമൈൻഡർ എന്താണ്? REMAINDER റിമൈൻഡർ. ഓക്കെ, ഓർമ്മ. ഓക്കെ, നമ്മൾ എന്താണ് ഡിവിഡന്റ് കണ്ടുപിടിച്ചു. ഡിവിഡന്റ് അറിയാം, ഡിവൈസ് അറിയാം, കോഷ്യന്റ് റിമൈൻഡറും കണ്ടുപിടിച്ചു. ഇവിടെ കോഷ്യന്റ് 9 ആണ്, റിമൈൻഡർ 0 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? അപ്പൊ അവിടെ ബോക്സിൽ എന്ത് എഴുതാം? കോഷ്യന്റിന്റെ സ്ഥാനത്ത് കിട്ടിയ നമ്പർ ഏതാണ് അവിടെ എഴുതാം. 9 എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 36 divided by 6. Okay. 36 divided by 6. അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഡിവിഡന്റ് എന്താണ്? 36 ആണ്. ഡിവൈസ് എന്താണ്? 6 ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ എഴുതാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഡിവിഡന്റും ഡിവൈസും. നമുക്ക് കോഷ്യന്റ് റിമൈൻഡർ കണ്ടുപിടിക്കാം. അത് ചെയ്യാം. എന്ത് ചെയ്യാം? നമ്മൾ 36 divided by 6 ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു ബോക്സ് ഒക്കെ ഓപ്പൺ ബോക്സ് ഒക്കെ വരച്ചു കൊടുത്തു. നമ്മൾ നമ്മുടെ പ്രോസസ്സിലോട്ട് കടക്കുകയാണ് അല്ലേ? 6 ഒരു 1 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പം നമുക്ക് അകത്തുള്ള ആദ്യത്തെ ഒരൊറ്റ ഡിജിറ്റ് നമ്പർ പരിഗണിക്കാം. അകത്തുള്ള ഫസ്റ്റ് നമ്പർ ഏതാണ്? 3 ആണ്. ഓക്കെ, 3 കൊണ്ട് 6 ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. കാരണം എന്താണ്? 6 ടേബിൾസ് പറഞ്ഞു നോക്കിയാൽ 1 into 6 is 6 അല്ലേ? 1 6 ആണ് അല്ലേ? 1 6 ആണ്. അപ്പൊ നമ്മൾ 6 ടേബിൾസ് പറഞ്ഞു നോക്കിയാൽ 3യേക്കാളും വലിയ നമ്പറായ 6 ആണ്. 1 കൊണ്ട് പോലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് അല്ലേ? 1 into 6 1 6 is 6 2 6 ആക്കിയാൽ അങ്ങനെ 6 ടേബിൾസ് പറഞ്ഞു പോകുമ്പോൾ ആ ഫസ്റ്റ് കോമ്പിനേഷൻ പോലും 6 ആണ്. 3യേക്കാളും വലുതാണ്. അതുകൊണ്ട് 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 3യെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല അല്ലെ? അതുകൊണ്ട് നമ്പർ ചെറുതായി പോയി. അതുകൊണ്ട് ഈ കോർണർ നമ്പർ വലുതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? അടുത്ത നമ്പർ കൂടെ പരിഗണിക്കാം. ഓക്കെ, അടുത്ത നമ്പർ ഏതാണ്? 6 ആണ്. എന്നിട്ട് എന്ത് ചെയ്യാം? ചേർത്ത് വായിച്ചു. 36 എന്ന് വായിച്ചു. 36നെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ലേ? സാധിക്കും. കാരണം എന്താ? 36 എന്ന നമ്പർ 6നേക്കാളും വലിയ നമ്പറാണ്. അപ്പോൾ 6ന്റെ ടേബിൾസ് പറഞ്ഞു നോക്കുക. എവിടെയെങ്കിലും 36 വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ 36നേക്കാളും കുറഞ്ഞ നമ്പേഴ്സ് വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കാം. 6ന്റെ ടേബിൾസ് എന്ന് പറഞ്ഞേ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ മൊത്തം ടേബിൾസ് ഓരോന്നും ടേബിൾസ് എഴുതി പഠിപ്പിക്കാറല്ലേ? ഇതിന്റെ ടേബിൾസ് നമ്മൾ ചുമ്മാ എഴുതേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി എന്താണ് നമ്മുടെ മൈൻഡിൽ സ്റ്റോർഡ് ആണ് നമ്മുടെ ടേബിൾസ്. നമ്മൾ അത്രയും റിവൈസ് ചെയ്ത് പഠിച്ചിട്ടില്ലേ? അല്ല, എല്ലാവരും പഠിച്ചു. നല്ല മക്കളാണ്, മിസ്സിനറിയാം. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്നറിയാം. നമുക്ക് ടേബിൾസ് പറഞ്ഞു നോക്കാം. 1 6 is 6, 2 6 are 12, 3 6 are 18, 4 6 are 24, 5 6 are 30, 6 6 are 36 അല്ലെ? 6 into 6 എന്ന് പറയുമ്പോൾ എന്താണ്? കറക്റ്റ് 36 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ കോമ്പിനേഷൻ സ്വീകരിക്കാം. ഓക്കെ, 6 into 6 അല്ലെ? 6 into 6 എന്താണ്? 36 ആണ്. ഇനി എന്ത് ചെയ്യാം? കഴിഞ്ഞു. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ഉണ്ടാകുന്ന രണ്ട് നമ്പേഴ്സിന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? -6 -6 0 ആണ്. -3 0 ആണ്. നമുക്ക് ആൻസർ കിട്ടി. കോഷ്യന്റെ സ്ഥാനത്ത് 6 കിട്ടി. റിമൈൻഡറിന്റെ സ്ഥാനത്ത് 0 കിട്ടി. ഓക്കെ, അപ്പോൾ കോഷ്യന്റ് എന്താണ്? 6 ആണ്. റിമൈൻഡർ എന്താണ്? 0 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ 35 divided by 7. നോക്കാം. 35 divided by 7.
7 3 അടുത്ത കിടക്കുകയാണ്. 3യെ നമുക്ക് എന്താണ് 7 കൊണ്ട് എന്താണ് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. 7ക്കാളും ചെറിയ നമ്പറാണ് 3. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അടുത്ത നമ്പർ പരിഹരിക്കേണ്ടതായിട്ട് വരും. ചേർത്ത് വായിച്ചു 35 എന്ന് വായിച്ചു. 35 എന്ന നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താ 35 7ക്കാളും വലിയ നമ്പറാണ്. സോ 7 ടേബിൾസ് എന്ന് പറഞ്ഞേ എന്താണ് 7 5s are എന്ത് വരും? 7 5s are 35 എക്സാക്ട് ആയിട്ട് കിട്ടുന്നുണ്ട് ഇല്ലേ? കിട്ടുന്നില്ലേ? ഉണ്ട്. നമുക്ക് ആ 5നെ മുകളിൽ എഴുതാം. നമ്മുടെ 7 അത് ഓൾറെഡി ഉണ്ട്. 5 ൽ 7 എന്താണ് 35. ഇനി എന്ത് ചെയ്യാം? നമുക്ക് മൈനസ് ചെയ്യാം അല്ലെ? 0 മൈനസ് 5 മൈനസ് 5 0 3 മൈനസ് 3 0. ആൻസർ കിട്ടി. കോഷ്യന്റ് 5 കിട്ടി. റിമൈൻഡർ 0 കിട്ടി. എളുപ്പമല്ലേ? ആ ടേബിൾസ് അറിയാമെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം ഇതൊക്കെ ചെയ്യാൻ സാധിക്കും അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ 63 ഡിവൈഡഡ് ബൈ 9. ഓക്കെ 63 ഡിവൈഡഡ് ബൈ 9 അങ്ങനെയെങ്കിൽ നമ്മുടെ ഡിവിഡൻഡ് എന്താണ്, ഡിവൈസ് എന്താണ്, കോഷ്യന്റ് എന്താണ്, റിമൈൻഡർ എന്താണ്? ഡിവിഡൻഡ് എന്താണ് ഡിവൈസ് വിതൗട്ട് ക്വസ്റ്റ്യൻ എഴുതാൻ സാധിക്കും. ഡിവിഡൻഡ് 63 ആണ്, ഡിവൈസ് 9 ആണ്. ഇത് ചെയ്യാം. 63 ഡിവൈഡഡ് ബൈ 9. ഓക്കെ അപ്പോൾ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഡിവൈസ് 9 ആണ്. സോ 9ന്റെ ടേബിൾസ് ആണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് നമ്പർ അകത്ത് കിടക്കുന്ന ഫസ്റ്റ് നമ്പർ 6 ആണ്. 6 9നെക്കാളും ചെറിയ നമ്പറാണ്. സോ 9 ഉപയോഗിച്ച് 6നെ കീറി മുറിക്കാൻ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അടുത്ത നമ്പർ പരിഹരിക്കണം. 63 എന്ന് ചേർത്ത് വായിക്കണം. 63 എന്ന നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 9ന്റെ ടേബിൾസ് പറഞ്ഞു നോക്കുക. 9 7s are. മിസ് ടേബിൾസ് പെട്ടെന്ന് കാണാൻ അറിയാം. അതുകൊണ്ട് മിസ് പെട്ടെന്ന് ആൻസേഴ്സ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ആൻസർ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ വെരി ഗുഡ്. 9 7s are എന്താണ്? 9 7s are equal to 63 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ആ 7 കോഷ്യന്റ് സ്ഥാനത്ത് എഴുതി കൊടുക്കാം. 9 ഇവിടെ ഓൾറെഡി ഉണ്ട്. 9 7s are 63 അല്ലേ? എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. 3 മൈനസ് 3 0 6 മൈനസ് 6 0. അപ്പോൾ നമ്മുടെ കോഷ്യന്റ് എന്ത് കിട്ടി? 7 കിട്ടി. റിമൈൻഡർ എന്ത് കിട്ടി? 9 കിട്ടി. ഓക്കെ ഇതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ ഇതെല്ലാം? ആണ്. എന്നാലും കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. 24 divided by 8. 24 divided by 8. ചെയ്യാം. ഡിവിഡൻഡ് 24 ആണ്. ഡിവൈസർ എന്താണ്? 8 ആണ്. ചെയ്യാമോ? 24 divided by 8. ഓക്കെ ഈ 24 എന്ന നമ്പറിൽ എന്നാൽ 8 ടേബിൾസ് ആണ് ഓർത്തിരിക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിമൈൻഡ് ചെയ്യേണ്ടത് ഓർക്കേണ്ടത്. അപ്പോൾ നമ്പർ 2 ആണ്. 2 നമ്പർ 8നെക്കാളും ചെറുതാണ്. അപ്പോൾ അത് ഒറ്റയ്ക്ക് പരിഗണിക്കാൻ പറ്റില്ല. കൂട്ടുള്ള നമ്പറിനെ കൂടെ പരിഗണിക്കണം. ചേർത്ത് വായിച്ചു. 24 എന്ന് വായിച്ചു. ഇനി എന്ത് ചെയ്യാം? 8 ടേബിൾസ് ഓർക്കുക. 186 8s are 24. 8 into 3 24 ആണെന്ന് മനസ്സിലായി. അപ്പോൾ 3യെ നമ്മൾ മുകളിൽ എഴുതി. 3 എന്താണ്? 24 ആണ്. എന്താണ്? 9 മൈനസ് ചെയ്യാം. 4 മൈനസ് 4 0 ആണ്. 2 മൈനസ് 2 0 ആണ്. ആൻസർ വളരെ എളുപ്പത്തിൽ കിട്ടി. നമ്മുടെ കോഷ്യന്റ് 3 ആണ്. റിമൈൻഡർ 0 ആണ്. കണ്ടോ? ടേബിൾസ് അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 80 divided by 6 ആണ്. അപ്പോൾ 6ന്റെ ടേബിൾസ് ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഡിവിഡൻഡ് 18 ആണ്. ഡിവൈസർ 6 ആണ്. ഓക്കെ 18 എഴുതി. 6 വെളിയിൽ എഴുതി. 6ന്റെ ടേബിൾ ഓർക്കുക. അകത്തുള്ള ഫസ്റ്റ് നമ്പർ 1 ആണ്. അപ്പോൾ 1നെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? കൂടുതൽ നമ്പർ കൂടെ പരിഗണിച്ചു. 18 എന്ന് ചേർത്ത് വായിച്ചു. Can 18 divisible by 6? Yes. So 6ന്റെ ടേബിൾസ് പറഞ്ഞാൽ 6 3s are 18. 3 മുകളിൽ എഴുതി. കണ്ടോ? 6 3 18 ആണ്. ഇനി എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പായിട്ട് 8 minus 8 0 1 minus 1 0. ആൻസർ കിട്ടി. കോഷ്യന്റ് 3 എന്ന് കിട്ടി. റിമൈൻഡർ 0 എന്ന് കിട്ടി.
8 9നെക്കാളും ചെറിയ നമ്പറാണ്. അതുകൊണ്ട് 8 നമുക്കിത് പരിഗണിക്കാൻ പറ്റില്ല. കൂടെയുള്ള 1 കൂടെ വേണം. അപ്പോൾ 81 എന്ന് ചേർത്ത് വായിച്ചു അല്ലേ. ഇനി 9ന്റെ ടേബിൾസ് പറഞ്ഞു നോക്കി. എവിടെയെങ്കിലും 81 വരുന്നുണ്ടോ? വരുന്നുണ്ട്. എവിടെയാണ്? 9 9s are 81 ആണ് അല്ലേ. 9 9s are 81 ആണ്. 9 into 9 എന്താണ്? 81 ആണ്. എന്ത് ചെയ്യാം? ആൻസർ കിട്ടി. ക്വസ്റ്റ്യന്റെ സ്ഥാനത്ത് എന്ത് കിട്ടി? 9 കിട്ടി. റിമൈൻഡറിന്റെ സ്ഥാനത്ത് എന്ത് കിട്ടി? 0 കിട്ടി. സത്യമല്ലേ? ക്വസ്റ്റ്യൻ 9 ആണ്, റിമൈൻഡർ 0 ആണ്. ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ. 27 divided by 3. ഓക്കെ. 27 divided by 3. നമ്മുടെ ഡിഫറൻസ് 27 divides 3 ആണ്. 27 divided by 3 എങ്ങനെ ചെയ്യും? ഓക്കെ, എങ്ങനെ ചെയ്യും? ഫസ്റ്റ് നമ്പർ 2 ആണ്. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം 2 3യേക്കാളും ചെറിയ നമ്പറാണ് അല്ലേ. സോ കൂടെയുള്ള 7 കൂടെ പരിഗണിക്കാം. 27 എന്ന് ചേർത്ത് വായിച്ചു. 27 divided by 3 എന്താണ്? 3യുടെ ടേബിൾസ് പറഞ്ഞു നോക്കിയേ. എന്ത് കിട്ടും? 9 3s are 27 അല്ലേ. 9 3s are 27. അല്ലെങ്കിൽ 3 9s are 27 ആണ്. 3യുടെ ടേബിൾസ് പറഞ്ഞു നോക്കുമ്പോൾ 3 9s are 27 ആണ്. അപ്പോൾ 9 3 27 തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. ക്വോഷ്യന്റ് 9 റിമൈൻഡർ 0. ഓക്കേ, നമ്മൾ ചെയ്യാനല്ലോ. അപ്പോൾ അതിനുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും ചെയ്യാമല്ലോ. 64 divided by 8, 63 divided by 9, 32 divided by 8, അങ്ങനെ 42 divided by 7, 28 divided by 4. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്വോഷ്യന്റെ സ്ഥാനം എല്ലാം വർക്ക്ഔട്ട് ചെയ്യാം. എല്ലാവരും നോട്ട്ബുക്കിൽ വർക്ക്ഔട്ട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പ്രാക്ടീസ് ബുക്ക് ഒന്ന് ഹെഡിങ് കൊടുക്കുക. പേജ് നമ്പർ 74 ഹെഡിങ് കൊടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് ഹെഡിങ് കൊടുക്കുക. അതിന്റെ ബാക്കിയുള്ള ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യാൻ നോട്ട്ബുക്ക് യൂസ് ചെയ്ത് കൊടുക്കുക. ഒരു കുഴപ്പമില്ല. നോട്ട്ബുക്കിൽ വർക്ക് ചെയ്യാം. ആൻസേഴ്സ് ഇവിടെ എഴുതാൻ മറക്കരുത്. നോട്ട്ബുക്കിൽ ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ. വർക്ക് ചെയ്യുമ്പോൾ ആൻസേഴ്സ് കിട്ടും. അതുപോലെ ആൻസേഴ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടുന്ന നമ്പേഴ്സ് ഈ ബോക്സുകളിൽ ആൻസർ ആയിട്ട് എഴുതി കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോകണം. How many fours are there in 20? 20ൽ എത്ര ഫോർസ് ഉണ്ട്? എത്ര ഫോർസ് ഉണ്ട്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 20യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ നോട്ട്ബുക്ക് എഴുതിക്കോളൂ കേട്ടോ. ഈ താഴത്തുള്ള ഈ 4 ക്വസ്റ്റ്യൻസ് പേജ് നമ്പർ 74 കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നോട്ട്ബുക്കിൽ വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ how many fours are there in 20 എന്ന ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ എഴുതുക. ആൻസർ ആയിട്ട് എഴുതുക 20 divided by 4. ഓക്കെ, നമുക്ക് 20യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 20 divided by 4 എന്ത് കിട്ടും? ഫസ്റ്റ് നമ്പർ എന്താണ്? അകത്തുള്ള ഫസ്റ്റ് നമ്പർ 2 ആണ്. 2 4നെക്കാളും ചെറുതാണ്. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പരിഗണിക്കാൻ സാധിക്കില്ല. കൂടെയുള്ള 0 കൂടെ വേണം അല്ലേ. 20 എന്ന് തന്നെ വായിച്ചു. 20 divided by 4 എന്തായിരിക്കും? 4ന്റെ ടേബിൾസ് എന്ന് പറഞ്ഞേ 5 4s are 20 ആണ് അല്ലേ. 5 മുകളിൽ എഴുതി കൊടുത്തു. 5 4s are 20 ആണ്. ആ 20 ഇവിടെ എഴുതി കൊടുത്തു. ഇനി എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. 0 minus 0 0 ആണ്. 2 minus 2 0 ആണ്. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 5 അല്ലേ. ക്വോഷ്യന്റെ സ്ഥാനത്ത് 5 ആണ്. ക്വോഷ്യന്റ് എന്താണ്? = 5 ആണ്. റിമൈൻഡർ = 0 ആണ് അല്ലേ. അപ്പോൾ 20 എന്ന നമ്പറിലെ എത്ര തവണ 4 നമ്പർ ഉപയോഗിച്ച് 20 എത്ര തവണ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും? 5 times. ആൻസർ ആയിട്ട് എന്ത് ചെയ്യുക? 5 times എന്ന് പറയുള്ളൂ. 5 times. ഓക്കെ, അപ്പോൾ ഈക്വൽ ആയിട്ട് എന്താണ് 20 എന്ന നമ്പറിനെ ഈക്വൽ ആയിട്ട് 4 പ്രാവശ്യം ഡിവൈഡ് ചെയ്താൽ എന്താണ്? 4 നമ്പർ 20 എന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ആൻസർ 5 എന്ന് കിട്ടും അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. By what number is multiplied? By what number is 7 multiplied to get 35? Okay, 7 എന്ന ആ ഒരു നമ്പറിനെ മറ്റേതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ, അതായത് ഇൻറ്റു ചെയ്തപ്പോൾ 35 എന്ന ആൻസർ കിട്ടി. അങ്ങനെയെങ്കിൽ ആ
നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ആ ഫസ്റ്റ് നോട്ട്ബുക്കിൽ എഴുതിക്കോളൂ. 7 എന്ന നമ്പറിനെ ഏതൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 35 എന്ന ആൻസർ കിട്ടി. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ആ 35നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? നമുക്കറിയാം മിസ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിച്ചതാണ്. എന്താണ്? അഡീഷനും സബ്ട്രാക്ഷനും ഓപ്പോസിറ്റ് ഓപ്പറേഷൻസ് ആണ്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഓപ്പോസിറ്റ് ഓപ്പറേഷൻസ് ആണ് അല്ലേ? അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കണം അല്ലേ? 35 എന്ന ആ നമ്പറിനെ 7 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 7 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. ടേബിൾസ് നോക്കുക. ഫസ്റ്റ് കാണുന്ന നമ്പർ 3 ആണ്. 3 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? 5 കൂടെ ചേർത്ത് വായിക്കണം. 35 എന്ന് വായിച്ചു. ഇനി 7 ടേബിൾസ് എന്ന് പറഞ്ഞേ. 7 5s are 35 അല്ലേ? 7 5s are 35 എന്ന് കറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ ആൻസർ എന്താണ്? ആൻസർ എന്താണ്? ക്വസ്റ്റ്യൻ 5 മൈനസ് 0 ആൻസർ എന്താണ്? 5 ആണ് അല്ലേ? 5 എന്ന ആ നമ്പർ ഉപയോഗിച്ച് 7നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 35 കിട്ടുന്നത്. സോ ക്വസ്റ്റ്യൻ നോട്ട് ആ ക്വസ്റ്റ്യൻ എഴുതുക. ആൻസർ ഇങ്ങനെ കണ്ടുപിടിച്ചെഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ബൈ വാട്ട് നമ്പർ ഈസ് 20 ഡിവൈഡഡ് ടു ഗെറ്റ് 7? ഓക്കെ, എന്താണ്? അവിടെ ഏതോ ഒരു നമ്പർ, ഓക്കെ, ഏതോ ഒരു നമ്പറിനെ 28 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ആൻസർ ആയി 7 എന്ന് കിട്ടി എന്നാണ് ആ ചോദ്യത്തിന്റെ കൃത്യമായ അർത്ഥം. ഓക്കെ, അപ്പൊ ഏതോ ഒരു നമ്പർ, ഏതോ ഒരു വലിയ നമ്പർ, ആ ഒരു നമ്പറിനെ 28 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഒരു വലിയ ഡിജിറ്റായ ഒരു വലിയ നമ്പറായ 28 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ആൻസർ 7 കിട്ടി. അങ്ങനെയെങ്കിൽ ആ നമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. ഇതാണ് നമ്മുടെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഇവിടെ ഡിവിഷൻ ആണ് അല്ലേ? അപ്പൊ നമ്മള് എന്താണ് ഇവിടെ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷന്റെ ഓപ്പോസിറ്റ് ആയ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ പോരെ? 20 into 7 ചെയ്യും. 28 into 7. 20 into 7 പറഞ്ഞേ. 8 7s are 56. 6 ഇവിടെ എഴുതി, 5 മുകളിൽ എഴുതി. ഓക്കെ, ഇനി 7 2s are 14. 14 plus 5 എന്താണ്? പറഞ്ഞേ. 90 അല്ലേ? ആൻസർ എന്താണ്? 196. ഈ 196 എന്ന നമ്പറിനെയാണ് 28 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 എന്ന ആൻസർ കിട്ടുന്നത്. അപ്പോൾ 196 കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് തന്നിട്ടുള്ള ആ നമ്പേഴ്സിനെ തന്നിരിക്കുന്ന ഏത് ഓപ്പറേഷൻ ആണ് അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ ചെയ്തു കൊടുത്തു. അപ്പൊ നമുക്കിവിടെ ആൻസർ കിട്ടി അല്ലേ? ഓക്കെ, അപ്പൊ 28 into 7 ചെയ്യുമ്പോൾ 196 കിട്ടി. ആൻസർ എന്താണ്? 196. ആ ബോക്സ് എഴുതിയ 196 ക്വസ്റ്റ്യനെ നോട്ട് ചെയ്യുക. How many times is 6 to be subtracted from 30 to get 0? ഓക്കെ, എത്ര പ്രാവശ്യമാണ് 6നെ നമുക്ക് 30 നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ് 0 കിട്ടുന്നത്? നമുക്ക് നോക്കാം. എന്ത് ചെയ്യണം? നമുക്ക് 30യെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 30 divided by 6 ചെയ്ത് നോക്കുക. 30 divided by 6. ഓക്കെ, അപ്പോൾ 3 ഒക്കെ പരിഗണിക്കാൻ പറ്റില്ല. 0നെ കൂടി ചേർത്ത് പരിഗണിക്കണം. 30 എന്ന് വായിച്ചു. 30 divided by 6 എന്താണ്? 6 5s are 30 ആണ്. 5 എന്ന് മുകളിൽ എഴുതി, 30 താഴെ എഴുതി. ആൻസർ എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. അപ്പോൾ 30നെ എന്താണ്? 30 കുറച്ച് ചെയ്ത് 5ാമത്തെ തവണ ആകുമ്പോഴാണ് 0 വന്നത്. നമുക്ക് സംശയം നോക്കാം. 30 minus 6 എന്താണ്? 24. ഇതൊരു പ്രാവശ്യം 30 ആവർത്തിച്ചു. ഇനി കിട്ടിയ ആൻസർ 24 minus 6 എന്താണ്? 18 ആണ്. ഇത് രണ്ടാമതാണ്. ഇനിയോ ഇനി അടുത്ത് എന്താണ്? 18 minus 6 12
ഈ ആൻസർ കിട്ടിയ 6 മൈനസ് 6 is equal to 0. ഇത് അഞ്ചാമത്തെ തവണ. അപ്പോൾ അഞ്ചാമത്തെ തവണ എന്താണ് 6 മൈനസ് ചെയ്തപ്പോഴാണ് 0 ആൻസർ കിട്ടുന്നത്. അതിനാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചത്. 30 divided by 6 ആൻസർ എന്ത് കിട്ടി? 5 കിട്ടി. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 74 ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും എന്ത് ചെയ്യുക? നോട്ട്ബുക്കിൽ എഴുതുക. സംശയം അറിയിക്കാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.